വെൽക്കം ടു fezuskitchen. നമുക്കിന്ന് കസ്റ്റേർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ കസ്റ്റേർഡ് പൗഡർ റെഡിയാക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണിത്. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാൽപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ വാനില പൗഡർ. വാനില എസൻസ് അല്ലാട്ടോ ചേർക്കുന്നത്, ഇതുപോലെ വാനില പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എസൻസ് ചേർത്താൽ പെട്ടെന്ന് കേടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാനില പൗഡർ തന്നെ ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലും അതുപോലെ യൂസ് ചെയ്യുന്ന ബൗളിലൊന്നും വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ. അങ്ങനെയാകുമ്പോഴും പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ് കസ്റ്റേർഡ് പൗഡർ റെഡിയാക്കാൻ. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്